ഓം ശാന്തി. 28/7/24 പ്രഭാതമുരളി. അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/12/2000 മധുബൻ. സേവിങ്സിൻ്റെ കണക്ക് ശേഖരിച്ച് അഖണ്ഡ മഹാദാനിയാകൂ. ഇന്ന് നവയുഗ രചയിതാവ് തൻ്റെ നവയുഗത്തിൻ്റെ അധികാരികളായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പഴയ യുഗത്തിൽ സാധാരണമാണ്, നാളെ പുതിയ യുഗത്തിൽ രാജ്യാധികാരിയും പൂജ്യരുമാണ്. ഇന്നത്തെയും നാളത്തെയും കളിയാണ്. ഇന്ന് എന്താണ്, നാളെ എന്താണ്? ആരാണോ അനന്യരും ജ്ഞാനി ആത്മാവുമായ കുട്ടികൾ, അവരുടെ മുന്നിൽ വരാൻ പോകുന്ന നാളെയും ഇന്നത്തെ പോലെ സ്പഷ്ടമാണ്. നിങ്ങളേവരും പുതിയ വർഷം ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. എന്നാൽ ബാബ്ദാദ നവയുഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നവവർഷത്തിൽ ഓരോരുത്തരും അവരവരുടേതായ പുതിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇന്ന് പഴയതിൻ്റെ സമാപ്തിയാണ്. സമാപ്തിയാകുമ്പോൾ മുഴുവൻ വർഷത്തെയും റിസൾട്ട് നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ബാബ്ദാദ ഓരോ കുട്ടിയുടെയും വർഷത്തിൻ്റെ റിസൾട്ട് നോക്കി. ബാബ്ദാദയ്ക്ക് നോക്കുന്നതിന് സമയമെടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് വിശേഷിച്ച് എല്ലാ കുട്ടികളുടെയും ശേഖരണത്തിൻ്റെ കണക്ക് നോക്കി. പുരുഷാർത്ഥം എല്ലാ കുട്ടികളും ചെയ്തു, ഓർമ്മയിലും ഇരുന്നു, സേവനവും ചെയ്തു. സംബന്ധ സമ്പർക്കത്തിലും ലൗകികവും അലൗകികമായ പരിവാരത്തിലും നിറവേറ്റി. എന്നാൽ ഈ 3 കാര്യങ്ങളിലും ശേഖരണത്തിൻ്റെ കണക്ക് എത്രയുണ്ടായി? ഇന്ന് വചനത്തിൽ ബാബ്ദാദ ജഗദംബ മാതാവിനെ എമർജ് ചെയ്തു. ചുമ വന്നു. ഇന്ന് വാദ്യം അല്പം കേടാണ്. വാദ്യം മുഴക്കേണ്ടി വരുമല്ലോ. ബാബ്ദാദയും മമ്മയും ഒരുമിച്ച് എല്ലാവരുടെയും സേവിങ്സിൻ്റെ കണക്ക് നോക്കി. സേവിങ്സ് നടത്തി ശേഖരിക്കപ്പെട്ടത്. അപ്പോൾ എന്താണ് കണ്ടത്? എല്ലാവരും നമ്പർ വൈസ് തന്നെയാണ്. എന്നാൽ എത്രത്തോളം ശേഖരണത്തിൻ്റെ കണക്ക് ഉണ്ടാകേണ്ടതാണോ അത്രയും കണക്കിൽ ശേഖരണം കുറവായിരുന്നു. അപ്പോൾ ജഗദംബ മാതാവ് ചോദ്യം ചോദിച്ചു. ഓർമ്മയുടെ സബ്ജക്റ്റിൽ പല കുട്ടികളുടെയും ലക്ഷ്യവും നല്ലതാണ്, പുരുഷാർത്ഥവും നല്ലതാണ്. പിന്നെ ശേഖരണത്തിൻ്റെ കണക്ക് ഉണ്ടാകേണ്ടതനുസരിച്ച് കുറവായത് എന്തുകൊണ്ട്? ഈ ആത്മീയ സംഭാഷണം തുടരവേ ഈ ഒരു റിസൾട്ട് വന്നു. യോഗത്തിൻ്റെ അഭ്യാസം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എന്നാൽ യോഗത്തിൻ്റെ സ്റ്റേജിൻ്റെ പെർസെൻറ്റേജ് സാധാരണമായത് കാരണം ശേഖരണത്തിൻ്റെ കണക്ക് സാധാരണം തന്നെയാണ്. യോഗത്തിൻ്റെ ലക്ഷ്യം നല്ല രീതിയിലുണ്ട്. എന്നാൽ യോഗത്തിൻ്റെ റിസൾട്ടാണ് യോഗയുക്തം, യുക്തിയുക്തമായ വാക്കും പെരുമാറ്റവും. അതിൽ കുറവുള്ളത് കാരണം യോഗം ചെയ്യുന്ന സമയത്ത് യോഗത്തിൽ നല്ലതായിരിക്കും. എന്നാൽ യോഗി എന്നതിൻ്റെ അർത്ഥം ജീവിതത്തിൽ യോഗിയുടെ പ്രഭാവം. അതിനാൽ ശേഖരണത്തിൻ്റെ കണക്ക് ചില സമയത്ത് ശേഖരണമുണ്ടാകുന്നു. എന്നാൽ മുഴുവൻ സമയവും ശേഖരണമുണ്ടാകുന്നില്ല. മുന്നോട്ട് പോകവേ ഓർമ്മയുടെ പെർസെൻറ്റേജ് സാധാരണമായി പോകുന്നു. അതിൽ ശേഖരണത്തിൻ്റെ കണക്കുണ്ടാകുന്നത് വളരെ കുറവാണ്. രണ്ടാമതായി സേവനത്തിൻ്റെ ആത്മീയ സംഭാഷണം നടന്നു. സേവനം വളരെയധികം ചെയ്യുന്നു. ദിനരാത്രം ബിസിയായും ഇരിക്കുന്നു. വളരെ നല്ല നല്ല പ്ലാനും ഉണ്ടാക്കുന്നു. സേവനത്തിൽ വളരെ നല്ല അഭിവൃദ്ധിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും മെജോറിറ്റിയുടെ ശേഖരണത്തിൻ്റെ കണക്ക് കുറവായിരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ആത്മീയ സംഭാഷണത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത് ഇതാണ്. സേവനം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വയം തന്നെ ബിസിയാക്കി വയ്ക്കുന്നതിൻ്റെ പുരുഷാർത്ഥവും നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കാരണം എന്താണ്? കാരണം ഉരുത്തിരിഞ്ഞത് ഇതാണ്. സേവനത്തിൻ്റെ ബലവും ലഭിക്കുന്നു, ഫലവും ലഭിക്കുന്നു. ബലമാണ് സ്വയം തൻ്റെ മനസ്സിൻ്റെ സന്തുഷ്ടത. ഫലമാണ് സർവരുടെയും സന്തുഷ്ടത. അഥവാ സേവനം ചെയ്യുകയും പ്രയത്നിക്കുകയും സമയം വിനിയോഗിക്കുകയും ചെയ്തുവെങ്കിൽ
ഹൃദയത്തിൽ നിന്നുള്ള സന്തുഷ്ടതയും സർവരുടെയും സന്തുഷ്ടതയും, അത് കൂടെ ഉള്ളവരുടേതായാലും ആരുടെ സേവനം ചെയ്തുവോ അവരുടേതായാലും ഹൃദയത്തിൽ സന്തുഷ്ടത അനുഭവിക്കണം. വളരെ നല്ലത്, വളരെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് പൊയ്ക്കളയരുത്. ഹൃദയത്തിൽ സന്തുഷ്ടതയുടെ അല അനുഭവപ്പെടണം. ചിലത് ലഭിച്ചു, വളരെ നല്ലതാണ് കേട്ടത് എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. കുറച്ച് ലഭിച്ചു, കുറച്ചു നേടി എന്ന് പറയുന്നതിനെക്കുറിച്ച് ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്. ഒന്നാണ് ബുദ്ധിയുടെ തലം വരെയും അമ്പ് തറയ്ക്കുന്നത്, രണ്ടാമത്തേതാണ് ഹൃദയത്തിൽ അമ്പ് തറയ്ക്കുന്നത്. അഥവാ സേവനം ചെയ്തു എന്നിരിക്കട്ടെ, സ്വയം തൻ്റെ സന്തുഷ്ടത അഥവാ സ്വയം തന്നെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ സന്തുഷ്ടത പോരാ. വളരെ നന്നായി നടന്നു, വളരെ നന്നായി നടന്നു എന്നത് പോരാ. സ്വയം തൻ്റെയും സർവരുടെയും ഹൃദയം അംഗീകരിക്കണം. രണ്ടാമത്തെ കാര്യമാണ് സേവനം ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് തൻ്റെ പ്രയത്നമാണെന്നോ അല്ലെങ്കിൽ ഞാനാണ് ചെയ്തത് എന്നത് സ്വീകരിച്ചുവെങ്കിൽ അതിനർത്ഥം സേവനത്തിൻ്റെ ഫലം ഭക്ഷിച്ചു, അനുഭവിച്ചു തീർത്തു എന്നർത്ഥം. ശേഖരണം ഉണ്ടായില്ല. ബാബ്ദാദയാണ് ചെയ്യിച്ചത്. ബാബ്ദാദയുടെ നേർക്ക് അറ്റൻഷൻ വരുത്തി എന്നാകണം, സ്വന്തം ആത്മാവിൻ്റെ ഭാഗത്തേക്കല്ല. ഈ സഹോദരി വളരെ നല്ലതാണ്, ഈ സഹോദരൻ വളരെ നല്ലതാണ്, ഇങ്ങനെയാകരുത്. ഇവരുടെ ബാബ്ദാദ വളരെ നല്ലതാണ്, ഈ അനുഭവം ചെയ്യിക്കണം. ഇതാണ് ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കുക എന്നത്. അതിനാൽ ടോട്ടൽ റിസൾട്ടിൽ കണ്ടതിതാണ്. കൂടുതൽ പ്രയത്നമുണ്ട്, കൂടുതൽ സമയവും എനർജിയുമുണ്ട്, ഒരൽപ്പം ഷോയും കൂടുതലാണ്. അതിനാൽ ശേഖരണത്തിൻ്റെ കണക്ക് കുറഞ്ഞു പോകുന്നു. ശേഖരണത്തിൻ്റെ കണക്കിൻ്റെ താക്കോൽ വളരെ സഹജമാണ്. ആ ഡയമണ്ട് താക്കോൽ അഥവാ ഗോൾഡൻ താക്കോൽ ഉപയോഗിക്കുന്നു. എന്നാൽ ശേഖരണത്തിൻ്റെ ഡയമണ്ട് താക്കോലാണ് നിമിത്തഭാവവും വിനയഭാവവും. അഥവാ ഓരോ ആത്മാവിനെ പ്രതി, അത് കൂടെ ഉള്ളവരുടേതായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മാവിൻ്റെ സേവനം ചെയ്യുകയാണെങ്കിലും, രണ്ടുപേരുടെയും സേവനം ചെയ്യുന്ന സമയത്ത്, അതിന് മുൻപോ പിൻപോ അല്ല, സേവനം ചെയ്യുന്ന സമയത്ത് നിമിത്തഭാവവും വിനയഭാവവും നിസ്വാർത്ഥമായ ശുഭഭാവനയും ശുഭസ്നേഹവും എമർജാകണം. അപ്പോൾ ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ വിധിയിലൂടെ സേവനം ചെയ്യുന്നവരുടെ ശേഖരണത്തിൻ്റെ കണക്ക് എങ്ങനെയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ബാബ്ദാദ ജഗദംബ മാതാവിന് കാണിച്ചു കൊടുത്തു. സെക്കൻഡിൽ അനേകം മണിക്കൂറിലെ ശേഖരണത്തിൻ്റെ കണക്ക് ശേഖരിക്കപ്പെടുന്നു. ടിക് 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 എന്ന് ശക്തിയോടെ പെട്ടെന്ന് ചൊല്ലൂ. ഇങ്ങനെയാണ് യന്ത്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജഗദംബ വളരെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ശേഖരണത്തിൻ്റെ കണക്ക് ശേഖരിക്കുന്നത് വളരെ സഹജമാണ്. അപ്പോൾ രണ്ടുപേരുടെയും, അതായത് ബാബ്ദാദയുടെയും ജഗദംബയുടെയും അഭിപ്രായം ഇതായിരുന്നു. ഇപ്പോൾ പുതുവർഷം ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശേഖരണത്തിൻ്റെ കണക്ക് ചെക്ക് ചെയ്യൂ. മുഴുവൻ ദിവസത്തിലും തെറ്റ് ചെയ്തില്ല. എന്നാൽ സമയം, സങ്കല്പം, സേവനം, സംബന്ധ സമ്പർക്കത്തിൽ സ്നേഹം, സന്തുഷ്ടത ഇവയിലൂടെ എത്ര ശേഖരിച്ചു? പല കുട്ടികൾ ഇന്ന് മോശമായ ഒന്നും ചെയ്തില്ലല്ലോ, ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ എന്നത് കേവലം ചെക്ക് ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ചെക്ക് ചെയ്യൂ. മുഴുവൻ ദിവസത്തിലും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ കണക്ക് എത്രത്തോളം ശേഖരിച്ചു? ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ സേവനത്തിൻ്റെ കണക്കിൽ എത്ര ശേഖരണമുണ്ടായി? എത്ര ആത്മാക്കൾക്ക് ഏതെങ്കിലും കാര്യത്തിലൂടെ സുഖം എത്ര പേർക്ക് നൽകി? യോഗം ചെയ്തു, എന്നാൽ യോഗത്തിൻ്റെ പെർസെൻറ്റേജ് ഏത് പ്രകാരത്തിലേതായിരുന്നു? ഇന്നത്തെ ദിവസം ആശീർവാദങ്ങളുടെ കണക്ക് എത്ര ശേഖരിച്ചു? ഈ നവവർഷത്തിൽ എന്താണ് ചെയ്യേണ്ടത്? എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും, മനസ്സ ആയാലും വാച ആയാലും കർമ്മണ ആയാലും സമയമനുസരിച്ച് മനസ്സിൽ ഈ ഒരു ഈണം ഉണ്ടായിരിക്കട്ടെ: എനിക്ക് അഖണ്ഡ മഹാദാനി ആവുക തന്നെ വേണം.
അഖണ്ഡ മഹാദാനി. മഹാദാനിയല്ല, അഖണ്ഡം. മനസ്സ ശക്തികളുടെ ദാനം, വാച ജ്ഞാനത്തിൻ്റെ ദാനം, തൻ്റെ കർമ്മത്തിലൂടെ ഗുണദാനം. ഇക്കാലത്ത് ലോകത്തിൽ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ ലോകമായാലും അജ്ഞാനികളുടെ ലോകത്തിലായാലും കേൾക്കുന്നതിന് പകരം കാണുവാൻ ആഗ്രഹിക്കുന്നു, കണ്ടതിന് ശേഷം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സഹജമായത് എന്തുകൊണ്ട്? ബ്രഹ്മബാബയെ കർമ്മത്തിൽ ഗുണദാനമൂർത്തിയായി കണ്ടു. ജ്ഞാനദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വർഷത്തിൽ വിശേഷിച്ച് ഈ ശ്രദ്ധ വയ്ക്കൂ. ഓരോ ആത്മാവിനും ഗുണദാനം, അതായത് തൻ്റെ ജീവിതത്തിലെ ഗുണത്തിലൂടെ സഹയോഗം നൽകണം. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യേണ്ടതില്ലല്ലോ, സഹയോഗം നൽകൂ. എന്തു തന്നെ സംഭവിച്ചാലും, ആര് എത്ര തന്നെ അവഗുണധാരി ആയിരുന്നാലും, എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ, കർമ്മത്തിലൂടെ, സമ്പർക്കത്തിലൂടെ ഗുണദാനം, അതായത് സഹയോഗി ആകണം. ഇതിൽ മറ്റുള്ളവരെ നോക്കരുത്. ഇവർ ചെയ്യുന്നില്ലെങ്കിൽ ഞാനെങ്ങനെ ചെയ്യും? ഇവരും ഇങ്ങനെ തന്നെയാണ്. ബ്രഹ്മബാബ കേവലം ശിവ് ബാബയെ നോക്കി. കുട്ടികളായ നിങ്ങൾക്ക് അഥവാ നോക്കണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മബാബയെ നോക്കൂ. ഇതിൽ മറ്റുള്ളവരെ നോക്കാതെ ഈ ലക്ഷ്യം വയ്ക്കൂ. ഏതുപോലെ ബ്രഹ്മബാബയുടെ സ്ലോഗൻ ഇതായിരുന്നു: ആര് മുൻകൈ എടുക്കുന്നുവോ അവരാണ് അർജുനൻ. അതായത് ആര് സ്വയം തന്നെ നിമിത്തമാക്കുമോ അവർ നമ്പർ 1 അർജുനൻ ആകും. ബ്രഹ്മബാബ നമ്പർ 1 അർജുനനായി. അഥവാ മറ്റുള്ളവരെ നോക്കി ചെയ്യുകയാണെങ്കിൽ നമ്പർ 1 ആവുകയില്ല. നമ്പർ വൈസിൽ വരും, നമ്പർ 1 ആവുകയില്ല. കൈ ഉയർത്തിക്കുമ്പോൾ എല്ലാവരും നമ്പർ വൈസിലാണ് കൈ ഉയർത്തുന്നത്, അതോ നമ്പർ 1ലാണോ ഉയർത്തുന്നത്? അപ്പോൾ എന്ത് ലക്ഷ്യം വയ്ക്കും? അഖണ്ഡ ഗുണദാനി. കുലുങ്ങാത്തവർ. ആര് എത്ര തന്നെ കുലുക്കിയാലും കുലുങ്ങരുത്. ഓരോരുത്തരും അന്യോന്യം പറയുന്നു, എല്ലാവരും ഇങ്ങനെയാണ്. നിങ്ങളിങ്ങനെ സ്വയം തന്നെ കൊല്ലുന്നതെന്തിന്? നിങ്ങളും ഞങ്ങളോട് ചേരൂ. ദുർബലമാക്കുന്ന കൂട്ടുകാരെ ധാരാളം ലഭിക്കുന്നു. എന്നാൽ ബാബ്ദാദയ്ക്ക് വേണ്ടത് ധൈര്യവും ഉന്മേഷവും വർദ്ധിപ്പിക്കുന്ന കൂട്ടുകാരാണ്. അപ്പോൾ മനസ്സിലായോ എന്താണ് ചെയ്യേണ്ടതെന്ന്? സേവനം ചെയ്യൂ, എന്നാൽ ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്യൂ. നല്ലവണ്ണം സേവനം ചെയ്യൂ. ആദ്യം സ്വയം തൻ്റെ സേവ, പിന്നെ സർവരുടെയും സേവ. മറ്റൊരു കാര്യവും ബാബ്ദാദ നോട്ട് ചെയ്തു. കേൾപ്പിക്കട്ടെ. ഇന്ന് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും കൂടിക്കാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ ജഗദംബ മാതാവ് പറഞ്ഞു, അഡ്വാൻസ് പാർട്ടി എപ്പോൾ വരെ കാത്തിരിക്കും? കാരണം എപ്പോഴാണോ താങ്കൾ അഡ്വാൻസ് സ്റ്റേജിൽ പോകുന്നത്, അപ്പോഴാണ് അഡ്വാൻസ് പാർട്ടിയുടെ കാര്യം പൂർത്തിയാകുന്നത്. അപ്പോൾ ജഗദംബ മാതാവ് ഇന്ന് ബാബ്ദാദയോട് വളരെ മെല്ലെ വലിയ രീതിയിൽ ഒരു കാര്യം കേൾപ്പിച്ചു. അത് ഏതൊരു കാര്യമാണ് കേൾപ്പിച്ചത്? ബാബ്ദാദയ്ക്ക് അറിയാം. എന്നിരുന്നാലും ഇന്ന് ആത്മീയ സംഭാഷണം ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ പറഞ്ഞത് ഇതാണ്: ഞാനും ചുറ്റി സഞ്ചരിക്കുന്നു, മധുബനിലും സഞ്ചരിക്കുന്നു, അപ്പോൾ സെൻറ്റേഴ്സിലും സഞ്ചരിക്കുന്നു. ആരെല്ലാം ജഗദംബയെ കണ്ടിട്ടുണ്ടോ അവർക്കറിയാം. പുഞ്ചിരിച്ചുകൊണ്ട് സൂചനയോടെ ആണ് സംസാരിക്കുന്നത്, നേരിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്കാലത്ത് ഒരു വിശേഷത കാണപ്പെടുന്നു. ഏത് വിശേഷത? അപ്പോൾ പറഞ്ഞു, ഇക്കാലത്ത് വളരെയധികം പ്രകാരത്തിലുള്ള അലക്ഷ്യം വന്നിരിക്കുകയാണ്. ചിലരുടെ ഉള്ളിൽ ഒരു പ്രകാരത്തിലുള്ള അലക്ഷ്യമുണ്ട്, ചിലരുടെ ഉള്ളിൽ മറ്റൊരു പ്രകാരത്തിലുള്ള അലക്ഷ്യമുണ്ട്. നടന്നുകൊള്ളും, ചെയ്യും. മറ്റുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളും ചെയ്യും. ഇത് നടക്കുന്നത് തന്നെയാണ്, നടക്കുക തന്നെ ചെയ്യുന്നു. അലക്ഷ്യത്തിൻ്റെ ഈ ഭാഷ സങ്കല്പത്തിൽ ഏതായാലുമുണ്ട്, എന്നാൽ വാക്കിലുമുണ്ട്. ബാബ്ദാദ പറഞ്ഞു, ഇതിനു വേണ്ടി പുതുവർഷത്തിൽ താങ്കൾ
ഏതെങ്കിലും യുക്തി കുട്ടികളെ കേൾപ്പിക്കൂ. താങ്കൾക്കേവർക്കും അറിയാം, ജഗദംബ മാതാവിൻ്റെ സദാ ധാരണയുടെ ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ആർക്ക് ഓർമ്മയുണ്ട്? ആജ്ഞ നൽകുന്നവൻ്റെ ആജ്ഞ നടത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജഗദംബ പറഞ്ഞു, അഥവാ ഈ ധാരണ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബാബ്ദാദ നടത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒന്നിൻ്റെ ആജ്ഞയിലൂടെ ഓരോ ചുവടും നടത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ ഈ സ്മൃതി ഉണ്ടായിരിക്കുകയാണെങ്കിൽ നമ്മളെ നടത്തിക്കുന്നവൻ ഡയറക്റ്റ് ബാബയാണ്. എങ്കിൽ ദൃഷ്ടി എവിടെ പോകും? നടക്കുന്നവരുടെ ദൃഷ്ടി നടത്തിക്കുന്നവൻ്റെ നേർക്ക് തന്നെ പോകും, മറ്റൊരു ഭാഗത്തേക്കല്ല. അപ്പോൾ ഈ ചെയ്യിക്കുന്നവൻ നിമിത്തമാക്കി ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്, നടത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദി ചെയ്യിക്കുന്നവനാണ്. പിന്നെ സേവനത്തിൽ ശിരസ് ഭാരിച്ചതാകുന്നുവല്ലോ, അത് സദാ ഭാരരഹിതമായിരിക്കും. ആത്മീയ റോസാ പുഷ്പം പോലെ. മനസ്സിലായോ എന്ത് ചെയ്യണമെന്ന്? അഖണ്ഡ മഹാദാനി. ശരി. നവവർഷം ആഘോഷിക്കുന്നതിനായി എല്ലാവരും ഓടി ഓടി എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ലതാണ്. ഹൗസ്ഫുള്ളായി. ശരി. വെള്ളം ലഭിച്ചുവല്ലോ? വെള്ളം ലഭിച്ചുവോ? വെള്ളത്തിന് വേണ്ടി പ്രയത്നിച്ചവർക്ക് ആശംസകൾ. ഇത്രയും ആയിരങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നത് 2-4 ബക്കറ്റല്ലല്ലോ. നാളെ മുതൽ തിരിച്ചു പോകുന്നതിൻ്റെ മേളയുണ്ടാകും. എല്ലാവരും സുഖമായിരുന്നു. ഒരല്പം കൊടുങ്കാറ്റിൻ്റെ പരീക്ഷയെടുത്തു. അല്പം കാറ്റ് വീശി. എല്ലാവരും നന്നായിരുന്നു. പാണ്ഡവർ നന്നായിരുന്നു. നല്ലതാണ്. കുംഭമേളയേക്കാളും നല്ലതാണല്ലോ. ശരി. 3 അടി ഭൂമി ലഭിച്ചുവല്ലോ. കട്ടിൽ ലഭിച്ചില്ലെങ്കിലും 3 അടി ഭൂമി ലഭിച്ചുവല്ലോ. പുതുവർഷത്തിൽ 4 ഭാഗത്തുമുള്ള കുട്ടികളും വിദേശത്തുള്ളവരും ദേശത്തുള്ളവരും നവവർഷത്തിൻ്റെ സെറിമണി ബുദ്ധിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാതുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മധുബനിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മധുബനിലുള്ളവരും യജ്ഞരക്ഷകരായി സേവനത്തിൻ്റെ പാർട്ട് അഭിനയിച്ചു. വളരെ നല്ലത്. ബാബ്ദാദ വിദേശത്തും ദേശത്തും ഉള്ളവർക്കൊപ്പം സേവനത്തിന് നിമിത്തമായ മധുബൻ നിവാസികളാരാണോ അവർക്കും ആശംസകൾ നൽകുകയാണ്. ശരി. പിന്നെ കാർഡുകൾ ധാരാളം വന്നിരിക്കുകയാണ്. നിങ്ങൾ ഏവരും കാണുകയാണല്ലോ, ധാരാളം കാർഡ് വന്നിരിക്കുകയാണ്. കാർഡ് വലിയ കാര്യമൊന്നുമല്ല, എന്നാൽ ഇതിൽ നിറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിലെ സ്നേഹമാണ്. അപ്പോൾ ബാബ്ദാദ കാർഡിൻ്റെ ഭംഗിയല്ല നോക്കുന്നത്, എന്നാൽ എത്ര വിലപിടിപ്പുള്ള ഹൃദയത്തിൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അയച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹികളായ ആത്മാക്കൾക്ക് വിശേഷിച്ച് ഓരോരുത്തരുടെയും പേര് പറയുകയില്ലല്ലോ, എന്നാൽ ബാബ്ദാദ കാർഡിന് പകരം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്നേഹം നിറഞ്ഞ റിഗാർഡ് നൽകുകയാണ്. ഓർമ്മയുടെ കത്ത്, ടെലിഫോൺ, കമ്പ്യൂട്ടർ, ഇമെയിൽ, ഏതെല്ലാം സാധനങ്ങളുണ്ടോ ആ എല്ലാ സാധനങ്ങളെക്കാൾ മുൻപേ സങ്കല്പത്തിലൂടെ തന്നെ ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. പിന്നീടാണ് താങ്കളുടെ കമ്പ്യൂട്ടറിലും ഇമെയിലിലും വരുന്നത്. കുട്ടികളുടെ സ്നേഹം ബാബ്ദാദയുടെ അടുക്കൽ ഓരോ സമയത്തും എത്തിച്ചേരുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഇന്ന് വിശേഷിച്ച് നവവർഷത്തിൻ്റെ പ്ലാനും പലരും എഴുതിയിട്ടുണ്ട്, പ്രതിജ്ഞകളും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞതിനെ കഴിഞ്ഞതാക്കി മുന്നോട്ട് പോകുന്നതിൻ്റെ ധൈര്യവും വച്ചിരിക്കുന്നു. എല്ലാവരോടും ബാബ്ദാദ പറയുകയാണ്, വളരെ വളരെ അധികം ആശംസകൾ കുട്ടികളെ, ആശംസകൾ. നിങ്ങളേവരും സന്തോഷിക്കുകയാണല്ലോ, അപ്പോൾ അവരും സന്തോഷിക്കുകയാണ്. ഇപ്പോൾ ബാബ്ദാദയുടെ ഈ ഹൃദയത്തിലെ ആശ ഇതാണ്: ദാതാവിൻ്റെ കുട്ടികളായ ഓരോരുത്തരും ദാതാവായി മാറൂ. ഇത് ലഭിക്കണം, ഇത് നടക്കണം,
ഇത് ചെയ്യണം എന്ന് യാചിക്കരുത്, ദാതാവാകൂ. അന്യോന്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉദാരഹൃദയരാകൂ. ബാബ്ദാദയോട് ചെറിയവർ പറയുന്നു, നമുക്ക് മുതിർന്നവരുടെ സ്നേഹം വേണം. ബാബ ചെറിയവരോട് പറയുന്നു, മുതിർന്നവരോട് ബഹുമാനം വയ്ക്കൂ, അപ്പോൾ സ്നേഹം ലഭിക്കും. ബഹുമാനം നൽകുന്നത് തന്നെയാണ് ബഹുമാനം നേടുക എന്നത്. ബഹുമാനം വെറുതെ ലഭിക്കുന്നില്ല, നൽകുന്നത് തന്നെയാണ് നേടുന്നത്. താങ്കളുടെ ജഡചിത്രം നൽകുന്നു. ദേവതയുടെ അർത്ഥം തന്നെ നൽകുന്നവൻ എന്നാണ്. ദേവിയുടെ അർത്ഥം തന്നെ നൽകുന്നവൾ എന്നാണ്. ചൈതന്യ ദേവി ദേവന്മാരായ താങ്കൾ ദാതാവാകൂ, നൽകൂ. അഥവാ എല്ലാവരും നൽകുന്ന ദാതാവായി മാറുമെങ്കിൽ സ്വീകരിക്കുന്നവർ ഇല്ലാതായി പോകുമല്ലോ. അതായത് സ്വീകരിക്കുന്നവർ ഉണ്ടായിരിക്കില്ല. പിന്നെ 4 ഭാഗത്തും സന്തുഷ്ടതയുടെ ആത്മീയ റോസാ പുഷ്പത്തിൻ്റെ സുഗന്ധം വ്യാപിക്കും. കേട്ടുവോ? അപ്പോൾ നവവർഷത്തിൽ പഴയ ഭാഷ പറയാതിരിക്കൂ. പലരും പറയുന്ന പഴയ ഭാഷ നല്ലതായി തോന്നുന്നില്ല. പഴയ സംസാരം, പഴയ പെരുമാറ്റം, പഴയ ഏതെങ്കിലും ശീലം എന്നിവയോട് നിർബന്ധിതരാകരുത്. ഓരോ കാര്യത്തിലും സ്വയം തന്നോട് ചോദിക്കണം, പുതിയതാണോ? പുതിയ എന്തു ചെയ്തു? കേവലം 21-ാം നൂറ്റാണ്ട് ആഘോഷിക്കണം. 21 ജന്മത്തിൻ്റെ സമ്പത്ത് സമ്പൂർണമായും 21-ാം നൂറ്റാണ്ടിൽ നേടുക തന്നെ വേണം. നേടണമല്ലോ. ശരി. 4 ഭാഗത്തുമുള്ള നവയുഗത്തിൻ്റെ അധികാരികളായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സർവ കുട്ടികൾക്കും, സദാ ഓരോ ചുവടിലും പദമങ്ങൾ ശേഖരിക്കുന്ന ആത്മാക്കൾക്ക്, സദാ സ്വയം തന്നെ ബ്രഹ്മബാബയ്ക്ക് സമാനം സർവരുടെയും മുന്നിൽ സാമ്പിളായി സിമ്പിൾ ആക്കുന്ന ആത്മാക്കൾക്ക്, സദാ തൻ്റെ ജീവിതത്തിൽ ഗുണങ്ങളെ പ്രത്യക്ഷമാക്കി മറ്റുള്ളവരെയും ഗുണവാനാക്കുന്നവർക്ക്, സദാ അഖണ്ഡ മഹാദാനിയും മഹാസഹയോഗിയുമായ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ഈ സമയം പഴയ വർഷത്തിൻ്റെയും പുതിയ വർഷത്തിൻ്റെയും സംഗമ സമയമാണ്. സംഗമ സമയം എന്നാൽ പഴയത് സമാപ്തമായി പുതിയത് ആരംഭിച്ചു. ഏതുപോലെ പരിധിയില്ലാത്ത സംഗമയുഗത്തിൽ ബ്രാഹ്മണ ആത്മാക്കളായ നിങ്ങളേവരും വിശ്വപരിവർത്തനം ചെയ്യുന്നതിന് നിമിത്തമാണ്. അതേപോലെ ഇന്നത്തെ ഈ പഴയ വർഷത്തിൻ്റെയും പുതുവർഷത്തിൻ്റെയും സംഗമത്തിലും സ്വപരിവർത്തനത്തിൻ്റെ സങ്കല്പം ദൃഢമാക്കി ചെയ്യുക തന്നെ വേണം. ഏതൊന്നാണോ പറഞ്ഞത്, ഓരോ സെക്കൻഡും കുലുങ്ങാത്ത അഖണ്ഡ മഹാദാനിയാകണം. ദാതാവിൻ്റെ കുട്ടികൾ മാസ്റ്റർ ദാതാവാകണം. പഴയ വർഷത്തിന് വിട നൽകുന്നതിനോടൊപ്പം പഴയ ലോകത്തോടുള്ള മോഹത്തിനും പഴയ സംസ്കാരങ്ങൾക്കും വിട നൽകി പുതിയ ശ്രേഷ്ഠ സംസ്കാരത്തെ ആഹ്വാനം ചെയ്യണം. എല്ലാവർക്കും 100 കോടി 10,000 കോടി ആശംസകൾ, ആശംസകൾ, ആശംസകൾ. വരദാനം. പ്രാപ്തി സ്വരൂപമായി എന്തുകൊണ്ട്, എന്ത് എന്ന ചോദ്യങ്ങൾക്ക് ഉപരിയായിരിക്കുന്ന സദാ പ്രസന്ന ചിത്തരായി ഭവിക്കട്ടെ. ആരാണോ പ്രാപ്തി സ്വരൂപ സമ്പന്ന ആത്മാക്കൾ, അവർക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും ചോദ്യമുണ്ടാകില്ല. അവരുടെ മുഖത്തും പെരുമാറ്റത്തിലും പ്രസന്നതയുടെ പേഴ്സണാലിറ്റി കാണപ്പെടും. ഇതിനെ തന്നെയാണ് സന്തുഷ്ടത എന്ന് പറയുന്നത്. അഥവാ പ്രസന്നത കുറയുകയാണെങ്കിൽ അതിൻ്റെ കാരണമാണ് പ്രാപ്തിയുടെ കുറവ്. പ്രാപ്തി കുറവായിരിക്കുന്നതിൻ്റെ കാരണമാണ് ഏതെങ്കിലുമൊക്കെ ഇച്ഛ. വളരെ സൂക്ഷ്മമായ ഇച്ഛകൾ അപ്രാപ്തിയുടെ നേർക്ക് വലിക്കുന്നു. അതിനാൽ അല്പകാലത്തെ ഇച്ഛകൾ ഉപേക്ഷിച്ച് പ്രാപ്തി സ്വരൂപമാകൂ. അപ്പോൾ സദാ പ്രസന്ന ചിത്തർ ആയിരിക്കും. സ്ലോഗൻ: പരമാത്മാ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കൂ, എങ്കിൽ മായയുടെ ആകർഷണം സമാപ്തമാകും. ഓം ശാന്തി.
ഞാൻ ആത്മാവ് ഒരു ദിവ്യ നക്ഷത്രമായി മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ആത്മനക്ഷത്രത്തിൽ നിന്നും അനേകം ഗുണങ്ങളുടെ കിരണങ്ങൾ ശാന്തിയുടെ, പവിത്രതയുടെ, സുഖത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കിരണങ്ങൾ സർവശക്തികളുടെയും കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ദേഹത്തിനും ദേഹത്തിൻ്റെ ലോകത്തിനും ഉപരിയായി മധുരമായ പരമധാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുവാൻ പോകുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞതും സ്വർണ്ണ ചുവപ്പ് പ്രകാശം വ്യാപിച്ചിരിക്കുന്നതുമായ പരമധാമത്തിൽ എൻ്റെ മധുരമായ ഗൃഹത്തിൽ ഞാൻ ആത്മാവ് പ്രവേശിക്കുന്നു. ഇവിടെ ഗഹനമായ ശാന്തിയാണ്, പവിത്രതയാണ്. എൻ്റെ മധുരമായ ബാബയുടെ ദിവ്യ നിവാസ സ്ഥാനമായ ഈ ബ്രഹ്മലോകത്തിൽ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്ത് ഞാൻ ആത്മാവ് സർവഗുണങ്ങളും ശക്തികളും പ്രാപ്തമാക്കി മാസ്റ്റർ സാഗരമാവുകയാണ്. ബാബയ്ക്ക് സമാനമായി സാകാര മനുഷ്യലോകത്തിലേക്ക് ഒരു ദർപ്പണം പോലെ ഈ സർവഗുണങ്ങളും ശക്തികളും ദാനം ചെയ്യുകയാണ്. എല്ലാ ആത്മാക്കളും സുഖമയമായ സത്യയുഗി പാവന ലോകത്തിൻ്റെ സ്ഥാപനയിൽ സഹയോഗികളായി മാറുകയാണ്. ഞാൻ ആത്മാവ് ഈ സുന്ദരമായ അനുഭവത്തിൻ്റെ ആനന്ദമെടുക്കുകയാണ്.